സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഷൂട്ടറായ രൺധീർ സിംഗിൻ്റെ കാലാവധി 2024 മുതൽ 28 വരെയാണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെ? തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് യാഗി. 2024 ഏഷ്യയിലുണ്ടായ ഏറ്റവും ശക്തമായ ഉഷ്ണമേഖലാ കാറ്റാണ് യാഗി. കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? കെ-ഷോപ്പ്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ശ്രീലങ്ക. കേരളത്തിൽ സ്മാർട്ട് നഗരം സ്ഥാപിക്കുന്നത് എവിടെയാണ്? പുതുശ്ശേരി, പാലക്കാട്. 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലത്തെ വൈസ് ചാൻസലർ ആരാണ്? വി.പി. ജഗതിരാജ്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. ഫൈനലിൽ അമേരിക്കയുടെ ടെയ്ലർ ഫ്രിറ്റ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ബെലറൂസ്കാരിയായ ആര്യാന സബലേങ്ക ഫൈനലിൽ അമേരിക്കയുടെ ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തി. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീ ബോക്സ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29 മെഡലുകൾ. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 1-ാം സ്ഥാനത്ത് ചൈനയാണ്, 2 ബ്രിട്ടൻ, 3-ാം സ്ഥാനത്ത് അമേരിക്ക. ഇന്ത്യയാണെങ്കിൽ 18-ാം സ്ഥാനത്താണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് ദീപ്തി ജീവൻജി. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സുഹാസ് യതിരാജ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം യോഗേഷ് കതുനിയ. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നിതേഷ് കുമാർ, രാജസ്ഥാൻ. 2024 പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സ് വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലും വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി പ്രീതിപാൽ, ഉത്തർപ്രദേശുകാരിയാണ്. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സ് 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പ്രീതിപാൽ. ഒരു ഒളിമ്പിക്സ് 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ. പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയത്
അവനി ലേഖറ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1-ലാണ് സ്വർണം നേടിയത്. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി സ്വർണം നേടിയിരുന്നു. തുടർച്ചയായി 2 പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖറ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം രാകേഷ് കുമാർ, ശീതൾ ദേവി. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം സ്വന്തമാക്കിയത് നവദീപ് സിംഗ്. ഇറാൻ്റെ ബെയ്ത്ത് സദേഗ് അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് നേരത്തെ വെള്ളി മെഡൽ നേടിയിരുന്ന നവദീപ് സിംഗിന് സ്വർണം ലഭിച്ചത്. പുരുഷന്മാരുടെ ജാവലിൻ F41 വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് ഇത്. 2024 പാരാലിമ്പിക്സ് ജാവലിനിൽ റെക്കോർഡോടെ സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡിൽ ഹരിയാനക്കാരനാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ഹർവീന്ദർ സിംഗ്. പാരാലിമ്പിക്സ് ആർച്ചറി സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KJ ബേബി, കനവ് ബേബി എന്നും അറിയപ്പെടുന്നു. KJ ബേബി ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചിങ്ങോട് സ്ഥാപിച്ച ഗുരുകുല ആശ്രമമാണ് കനവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കനവ് ബേബി എന്ന് വിളിക്കുന്നത്. ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള KJ ബേബിയുടെ മാവേലി മന്ത്രം എന്ന നോവലിന് 1994 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2024 കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്ത് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേര് ഡ്രോൺ ശ്രീ. വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പിണറായി, കണ്ണൂർ. ധർമ്മടം നിയോജകമണ്ഡലത്തിലാണ് പിണറായി ജലബജറ്റ് തയ്യാറാക്കി ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക ആരാണ്? അരുണ വാസുദേവ്. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അടുത്തിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ ആരാണ്? സിദ്ദിഖ്. സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പേരാണ് അഭിനയമറിയാതെ. മണ്ണിൻ്റെ കനവും പ്രദേശത്തിൻ്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നതിനായി കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പ് ഏതാണ്? സ്ലിപ്പ് കെ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.